ഹലോ ഗായ്സ്, ഇതെൻ്റെ ജിമ്മിലത്തെ രണ്ടാമത്തെ വീഡിയോയാണ്. ഞാൻ ഇതിൽ ബാക്കും ചെസ്റ്റുമാണ് വർക്കൗട്ട് ചെയ്യണത്. ഇന്നലെ ജിമ്മ് സ്കിപ്പായി. സാധാരണയായിട്ട് ഞാൻ തിങ്കളാഴ്ച ബാക്കും ബൈസും, ഇന്ന് ചെസ്റ്റും ട്രൈസും, അതായത് ചൊവ്വാഴ്ച ചെസ്റ്റും ട്രൈസുമാണ് ചെയ്യണത്. പക്ഷേ ഇന്നലെ സ്കിപ്പായതുകൊണ്ട് ബാക്കും ചെസ്റ്റുമായിട്ട് ട്യൂസ്ഡേ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഞാനിപ്പോൾ അവിടെ പുള്ളപ്പ് അടിക്കുകയാണ്. നിങ്ങളിപ്പോൾ കാണാനല്ലേ, ഇത് 27 പുള്ളപ്പാണ് ഞാൻ ഒറ്റ സെറ്റിൽ അടിക്കണം. ഓക്കെ, സാറിന് 30 ചെയ്യും. ഇന്നെന്താണ് 30 മൂടില്ല, ഇപ്പോൾ 27 ചെയ്യും. സംഭവം ബാക്ക് ഡേ എന്ന് വരാത്തതിന് എനിക്ക് പുള്ളപ്പോടെ തുടങ്ങിയില്ലെങ്കിൽ എന്തോ പോലെയാണ്. പുള്ളപ്പ് ചെയ്തിട്ട് തുടങ്ങാത്തേക്ക് ഒരു സുഖം. ഓക്കെ, അടുത്തത് ഇതെൻ്റെ കൂട്ടുകാരനാണ് കാർത്തിക്. ഇതിന് 85 കിലോയാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ 85 കിലോ പൊക്കണം. നിങ്ങൾ ഫോമൊന്നും തെറ്റൊന്നും പറയില്ല, കാരണം അവനിപ്പോൾ പഠിക്കുകയാണ്. എല്ലാ ബിഗിനേഴ്സും ഫസ്റ്റിനെ കറക്റ്റേക്ക് വരണമെന്നില്ല. ഓക്കെ, 85 കിലോയിലോ 10 തോണ്ട് ഇതേപോലെ ചെയ്യാൻ പറ്റും. അതൊരു ഒരു നല്ല കാര്യമാണ്. ഓക്കെ, ട്രൈ ചെയ്യണം. ഓക്കെ, ഇപ്പം പുള്ളപ്പ് കഴിഞ്ഞ് ഞാൻ 3 സെറ്റ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്ത് തുടങ്ങാം. ഇത് ലാറ്റ് പുൾ ഡൗൺ. ഓക്കെ, ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് വർക്കൗട്ട് ചെയ്തത്. 5 സെറ്റ് ഫെയിലിയർ. ഓക്കെ, അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യണം. 5 സെറ്റ് ചെയ്യും. 5 സെറ്റിൽ ഓരോ വർക്കൗട്ടും ഫെയിലിയർ. ഓക്കെ, ഇപ്പം ഞാൻ ചെയ്ത് അടുത്തത് കാർത്തിക് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അതായത് ഞങ്ങൾ ചെയ്യുന്നത് 5 സെറ്റ്. അപ്പോൾ ഓരോരോ സെറ്റിലും ഞങ്ങൾ തളർന്നവരെ ചെയ്യണം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ല തമിഴ് സോങ്ങും മലയാള സോങ്ങും കേൾക്കാൻ പറ്റും. കാരണം എൻ്റെ ജിമ്മിൽ എല്ലാ സോങ്ങും ഇടും ചേട്ടന്മാരൊക്കെ. അപ്പോഴത്തേക്ക് നല്ല കേൾക്കണേണ്. ഓക്കെ, ഇതാണ്ട് രണ്ടാമത്തെ സെറ്റാണ്. ഇത് രണ്ടാമത്തെ സെറ്റിൽ ഞാൻ 5 സെറ്റും കാണിക്കാനൊന്നും പോകണില്ല. 5 സെറ്റൊക്കെ കാണിക്കണം, നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവും വെറുതെ. ഓക്കെ, ഇത് രണ്ടാമത്തെ സെറ്റ് ഞാൻ ഫെയിലിയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അടുത്താണ്ട് കാർത്തിക് ചെയ്യാൻ വേണ്ടി പോവാണ്. കാർത്തിക് ചെയ്യണം. ഓക്കെ, ഞങ്ങൾ 5 സെറ്റ് ചെയ്തു. ഞാൻ കാണിക്കണമെന്നില്ല, ഞാൻ 2 ചെയ്ത് കാണിക്കണം. ഓക്കെ, അടുത്തത് അടുത്ത വർക്കൗട്ടാണ് റോ. ഓക്കെ, ഇതാ നമ്മളെ ലാറ്റ് പുൾ ഡൗൺ ചെയ്യില്ലേ, അവിടുത്തെ ഭാരം നമ്മൾ റോ ചെയ്യും. ഇത് നല്ല എഫക്റ്റീവാണ്. നിങ്ങളെ വിങ്സൊക്കെ നല്ല സൂപ്പറായിട്ട് പിടിക്കും. ഇത് നിങ്ങൾ ചെയ്യാത്തേക്കും മസിൽ അറിഞ്ഞ് ചെയ്യണം. ഓക്കെ, മസിൽ അറിഞ്ഞ് ചെയ്യാത്തേക്കും നല്ലോണം പിടിക്കും. ഈ ഫോം മാത്രമല്ല മെയിൻ കാരണം, അതായത് ഫോം മാത്രമല്ല മെയിൻ, ഇത് നിങ്ങൾ ഒരു മസിൽ അറിഞ്ഞ് ചെയ്യാത്തേക്കും നല്ലോണം പിടിക്കും. ഓക്കെ, അതാണ് മസിൽ മെമ്മറി എന്നൊക്കെ പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കാർത്തിക് ചെയ്ത് പിടിക്കും. ഓക്കെ, ഇത് രണ്ടാം സെറ്റ്. ഞാൻ വീഡിയോയിലത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഫുൾ സെറ്റ് ഇട്ട് ചെയ്യാനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ ഷോ ഓഫ് എന്നൊക്കെ പറയാം. ഈഗോ ലിഫ്റ്റിംഗ് മനസ്സിലായത്. ഞാൻ ജസ്റ്റ് 4 ചെയ്യണമെങ്കിൽ 4 ചെയ്യാൻ പറ്റില്ല. ഞാൻ ചുമ്മാ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ജിമ്മിൽ പോകുമ്പോഴത്തേക്ക് ഒരു ഫുള്ളൊക്കെ അടിക്കാൻ വേണ്ടി നോക്കൂലേ, അതേപോലെ ഞാൻ ചുമ്മാ ഇങ്ങനെ അടിക്കണം പറ്റും. ഓക്കെ, അതെനിക്ക് ഫുൾ അടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഫുള്ള് 4 പോയുള്ളൂ. ഓക്കെ, ഞാൻ തളവും. അതുകൊണ്ട് ഇപ്പോൾ കുറച്ചിട്ട് ഇപ്പോൾ ഫെയിലർ അടിക്കും. ഓക്കെ, ഇതടുത്ത 3ാമത്തെ വർക്കൗട്ടാണ്. ഇത് നമ്മൾ ഡംബൽ റോ ചെയ്യൂലേ, ഡംബൽ റോ ഫുള്ളായി ബുക്ക്ഡായി. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ ബാറിൽ ചെയ്യാമെന്ന് വെച്ച്. എനിക്ക് സത്യം പറഞ്ഞാൽ ബാറിൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ബിഗിനേഴ്സിന് ചെയ്യാത്തേക്കും ഒട്ടും പിടിക്കില്ല. പക്ഷേ ഇത് കുറച്ച് ദിവസം കഴിയാത്തേക്ക് നിങ്ങൾ മസിൽ മെമ്മറിയൊക്കെ പിടിച്ച് വരണമെങ്കിൽ ഇത് ചെയ്യണം. നല്ലോണം പിടിക്കും. ഇത് വെയിറ്റ് കുറച്ചിട്ട് ചെയ്താൽ, കാരണം വെയിറ്റ് കൂടുതലെടുത്താൽ ഫോറാമിൽ പിടിക്കും, വെയിറ്റ് കുറച്ചാണെങ്കിൽ ബാക്ക് സൈഡ് പിടിക്കും. ഓക്കെ, അപ്പോൾ ആ വർക്കൗട്ട് ഞാൻ 5 സെറ്റ് ചെയ്ത് അത് കാണിക്കാനുള്ള അതേ എത്ര കാണിക്കുള്ളൂ. അടുത്ത ഞങ്ങൾ ബാക്ക് ഷോൾഡറിന് വർക്കൗട്ട് ചെയ്ത് ഫ്ലൈയില്ലേ, റിവേഴ്സ് ഫ്ലൈ, അതാണ് ചെയ്തത്. കാർത്തിക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പം ചെയ്യും. ഇത് 5 സെറ്റ് ഫെയിലർ വരെയാണ് കേട്ടോ. അതായത് നിങ്ങൾ തളരൂലേ, അതുവരെ അങ്ങനെ ചെയ്യും. നിങ്ങളിത് എങ്ങനെയാണോ ചെയ്യാനുള്ളതെന്നാൽ ഒരു സീറ്റ് ഇരുന്നിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യണം. എന്നിട്ട് നിങ്ങളെ ഷോൾഡറിന് ലാറ്ററൽ റൈസ് ചെയ്യൂലേ, അതേപോലെ സൈഡിലോട്ട് ചെയ്യണം. ഓക്കെ, ഇത് പറക്കണ പോലെ ആയിരിക്കും. അപ്പം ബാക്ക് ഷോൾഡർ നല്ലോണം പിടിക്കും. ഓക്കെ, അടുത്തത് നമ്മൾ അതും കഴിഞ്ഞ് അടുത്ത ചെസ്റ്റ് പ്രസ്സിലോട്ട് പോയി. അതായത് ബാക്ക് വർക്കൗട്ട് എല്ലാം കഴിഞ്ഞ് അടുത്തത് നമ്മൾ നേരെ ചെസ്റ്റിലോട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഇത് വാമപ്പാണ് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് വർക്കൗട്ട് ചെയ്താലും ചെറിയൊരു വെയിറ്റ് ഇട്ട് വാമപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇഞ്ചുറി വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നമ്മളെ മസിലിനെ നമ്മളൊരു ഷോക്കിങ് കൊടുക്കുകയാണ്. മനസ്സിലായി? നമ്മളിപ്പം പെട്ടെന്നൊരു വെയിറ്റ് ഒരു ഇതിലോ പെട്ടടിക്കണമെങ്കിൽ ഷോക്ക് ആവൂലേ, അപ്പോൾ ഇഞ്ചുറി വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ പയ്യെ വെയിറ്റ് എടുത്തിട്ട് കൂടണം.
ഓക്കെ, അപ്പോൾ വേണ്ട വാമപ്പ് അങ്ങനെ കഴിഞ്ഞ് അടുത്തത് മെയിൻ സെറ്റിൽ പോവുകയാണ്. ഞങ്ങൾ ചെയ്യണത് 5 സെറ്റ് 5 റെപ്പ്. എന്താണ് ഒരു വെയിറ്റ് ഉണ്ട്, അതായത് 100% വെയിറ്റിൽ 80% മാത്രമേ പൊക്കോളൂ. അത് സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറയും. അതായത് ഇപ്പം കാർത്തികിന് 80 കിലോയാണ് മാക്സ് പോകണമെങ്കിൽ 60 കിലോ മാത്രം എടുക്കാവും. 60 കിലോ എടുത്തിട്ട് 5 റെപ്പ് 5 സെറ്റ് ചെയ്യണം. ഓക്കെ, അടുത്തണ്ട ഞാൻ 80 കിലോ എടുത്ത്, കാരണം എനിക്ക് 100 കിലോ പോകും. അപ്പം ഞാൻ അതിൻ്റെ 80% എന്ന് പറഞ്ഞാൽ 80 കിലോ. ഓക്കെ, അപ്പോൾ 80 കിലോ ഇട്ട് 5 റെപ്പ് അടിക്കും. അങ്ങനെ 5 സെറ്റ്. ഓക്കെ, ഇത് സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറയും. ഓക്കെ, പിന്നെ നിങ്ങളാണെങ്കിൽ ചെസ്റ്റ് പ്രസ് ചെയ്യാൻ ചില ആൾക്കാരൊക്കെ ചെസ്റ്റ് തട്ടാതെ ഹാഫ് പോലും താഴാതെ ഇങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെയും ചെയ്യില്ല. യഥാർത്ഥ ചെസ്റ്റ് പ്രസ് എന്നാൽ ഒരു ചെസ്റ്റ് മുട്ടണം. കാർത്തിക് ഇപ്പോൾ ചെസ്റ്റ് മുട്ടിക്കൂല, കാരണം എന്താണ്, അവന് ചെറിയൊരു ഇഞ്ചുറി ഷോൾഡറിൻ്റെ അവിടെ ഉണ്ട്. ഓക്കെ, യഥാർത്ഥത്തിൽ ചെസ്റ്റ് പ്രസ് എന്നാൽ ചെസ്റ്റിൻ്റെ അവിടെ മുട്ടണം, ഇല്ലെങ്കിൽ കുറച്ച് മേളിലായിരിക്കണം. അതാണ് സ്റ്റാൻഡേർഡ് ചെസ്റ്റ് പ്രസ് എന്ന് പറയുക. എന്നും പറഞ്ഞ് ഇപ്പോൾ ചില പവർ ലിഫ്റ്റിംഗ് കോമ്പറ്റീഷൻ നിങ്ങൾ പോകണമെങ്കിലേ അവന്മാർ നടുവൊക്കെ ഇങ്ങനെ വളച്ച് പാമ്പ് കണക്ക് ഇരുന്ന് പ്രസ് ചെയ്യും. അതൊന്നും ചെയ്യില്ല, അത് വെറും ചീറ്റിംഗ് ആണ്, കള്ളത്തരം. ഓക്കെ, ഇത് എൻ്റെത് 3-4 സെറ്റ് എന്തോ ആണിത്. ഓക്കെ, ഞാൻ ഇത് കട്ട് ചെയ്ത് എടുക്കുമോ, കാരണം 5 സെറ്റ് ഞങ്ങൾ കാണണേ നിങ്ങൾ ബോറടിയും, എനിക്കിവിടെ പറഞ്ഞ് ഞാനിവിടെ ചാവും. ഓക്കെ, അടുത്തത് ഞാൻ ചെയ്ത് കഴിഞ്ഞ് ഇനി അടുത്തത് നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോവാം. അടുത്തത് അപ്പർ ഡംബൽ ഫ്ലൈ ആണ് കേട്ടോ. ഓക്കെ, ക്യാമറാമാൻ കാർത്തികാണ് നേരെ ഡംബലിലോട്ട് സൂം ചെയ്തുകൊണ്ട് പോവുകയാണ്. ഇത് 30 കിലോ ആണ്. ഞാൻ ഇത് ഡംബൽ പ്രസ് ഏറ്റവും അടിയിൽ നിന്ന് അങ്ങനെ എടുക്കുന്നില്ല. ഞാൻ ഇത് ഫസ്റ്റിനെ മാക്സിമം എടുത്തിട്ട് തന്നെ അടിച്ചുകൊണ്ടിരിക്കും. 5 സെറ്റ് ഫെയിലർ വരെയാണ്. ഇത് 5 റെപ്പല്ല, ഇത് ഫെയിലർ വരെ അടിക്കും. ഓരോ സെറ്റിലും ഫെയിലർ വരാം. ഓക്കെ, ഇത് കാർത്തിക് അങ്ങനെയാണ് ചെയ്യണം. കാർത്തിക് ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തത് കാർത്തിക് കണ്ട് ചെയ്യും. അതുകൊണ്ട് ഇവിടെ ഒരു കൊച്ചു പയ്യൻ ഇവിടെ ട്രൈസപ്പ് വർക്കൗട്ട് ചെയ്യണം. കിക്ക് ബാക്കാണ് അവൻ ചെയ്യണം. ഓക്കെ, അടുത്ത കാർത്തിക് കണ്ട 20 കിലോ എടുത്ത് അവനും ഫെയിലർ വരെ ചെയ്യും. ഓക്കെ, യഥാർത്ഥത്തിൽ ഒരു ചെസ്റ്റ് ഡേ എന്ന് പറയുമ്പോഴത്തേക്കും അതിലത്തെ 3 മെയിൻ വർക്കൗട്ട് എന്നാൽ ഒന്ന് ബെഞ്ച് പ്രസ്, അത് സ്ട്രെങ്ത്തിൻ്റെ മെയിൻ സാധനമാണ്. ഓക്കെ, രണ്ടാമത് അപ്പർ ചെസ്റ്റിനുള്ള മെയിൻ സാധനം അപ്പർ ഡംബൽ ഫ്ലൈ ആണ്. ഫ്ലൈ അല്ല, അപ്പർ ഡംബൽ പ്രസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഒരു ഫിനിഷറായിട്ടൊരു വർക്കൗട്ട് ചെയ്യണം. അതാണ് ഉള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഫ്ലൈ. ഓക്കെ, ഫ്ലൈ ചെയ്യാനത്തേക്ക് നമുക്ക് എന്താണ് സ്ട്രെച്ച് ആവും. അത് ഞാൻ ഫ്ലൈയിൽ ചെയ്യാനത്തേക്ക് പറയാം. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എന്താണ് അപ്പർ ഡംബൽ ഫ്ലൈ അല്ലേ, ഫ്ലൈ എന്ന് തന്നെ മാറിപ്പോൾ അപ്പർ ഡംബൽ പ്രസ് എന്നാണ് ചെയ്യുന്നത്. ഓക്കെ, അത് ഈ വർക്കൗട്ട് കഴിഞ്ഞ് ഇനി അടുത്ത് നമുക്ക് നേരെ ഫ്ലൈയിലോട്ട് പോകാം. ഉള്ളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വർക്കൗട്ടാണിത്. നമ്മുടെ കാർത്തികാണ്ട് ചെയ്യാൻ വേണ്ടി പോകണം. നമ്മൾ മെയിനായിട്ട് ഫ്ലൈ ചെയ്യാനത്തേക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ആ ചെസ്റ്റിൻ്റെ അവിടെ എന്താ സ്ട്രെച്ച് ആവാനത്തേക്കും എന്താണ് അവിടെ മസിൽ ഡാമേജ് വരുമ്പോഴത്തേക്കും റിപ്പയർ ആവാനത്തേക്കും നിങ്ങൾക്കറിയാമല്ലോ. അത് തന്നെ ഇത് ചെയ്യണത് ഭയങ്കര എഫക്റ്റീവാണ്. ചെസ്റ്റിലുള്ളതിൽ ഏറ്റവും മസിൽ വളർന്ന മെയിൻ വർക്കൗട്ട് ഈ ഫ്ലൈ ആണ്. ഓക്കെ, ഇത് നിങ്ങൾ നേരെ നോക്കിയൊക്കെ ചെയ്യണം. ഷോൾഡറൊക്കെ മാറിയൊക്കെ പോയാൽ ചിലപ്പോൾ ഇഞ്ചുറിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇതാണ്ട് ഞാൻ മേളിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, തീരെ ബാക്കിലോട്ടായി പോകണമെങ്കിൽ നമുക്ക് ഷോൾഡറിൽ ഇഞ്ചുറി വരും. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് എന്താ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യണം. ഓക്കെ, ഞാൻ ഇതിൽ ഒരു വലിയ വെയിറ്റൊക്കെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ പൊക്കും. നിങ്ങൾ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള വെയിറ്റൊക്കെ എടുത്തിടല് എനിക്കിത് ശീലമായി. അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്, കാരണം ഓരോരുത്തരുടെ ബോഡി ഓരോ പോലെയാണ്. ഓക്കെ, സംഭവം ഞാൻ ഇവിടെ ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ റോപ്പിൻ്റെ അവിടെ എന്തോന്ന് ഒരയണ പോലെ ഞാൻ പിന്നെ തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് കാണുന്ന റോപ്പിൻ്റെ അടുത്ത സാധനം പൊട്ടിയൊക്കെ പറഞ്ഞു. അതിന് നാളെ മാറ്റണം. നാളെ ഞാൻ ഇപ്പോൾ ക്യാമറ വെച്ച് കാർത്തികനെ സൂം ചെയ്ത് കാണിക്കും. അത് റസ്റ്റൊക്കെയായേ അങ്ങനെ പോയി. നിങ്ങൾ ശ്രദ്ധിച്ചേട്ടാ, കാർത്തിക് ഇംഗ്ലീഷ് പറയണേ കേൾക്കാം. സംഭവമേ എനിക്ക് വേറൊരു ചാനലും ഉണ്ട് ഇതിൻ്റെ കയ്യിൽ. അപ്പോൾ അതിൽ ഫോറിനേഴ്സാണ് മെയിനായിട്ടുള്ള. അപ്പോഴത്തേക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതിൽ ഇംഗ്ലീഷിൽ പറയണ ഒരു ചാനലാണ്. ഓക്കെ, ഇത് മലയാളത്തിൽ ഡബ് ചെയ്യും, അത് ഇംഗ്ലീഷിൽ പറയും. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്നും വിചാരിക്കില്ല ഞാൻ എപ്പോഴും ജിമ്മിൽ കുറച്ച് വെയിറ്റ് കൂടുതലിട്ടേ അടിക്കുകയുള്ളൂ എന്നും പറഞ്ഞ് നിങ്ങളെല്ലാവരും പോയി വെയിറ്റ് കൂടുതൽ അടിക്കല്. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ഫോമൊക്കെ നോക്കണം. ഫോമും നോക്കണം, മസിൽ പിടിച്ച് ചെയ്യണം.
ഞാൻ ഇത് ശീലമായി. ഞാൻ ഇപ്പം ജിമ്മിൽ പോയിട്ട് 5 വർഷമായി. ഓക്കെ, ഇപ്പോഴും ചെറുതുപോലെ ഇരിക്കണം. കാരണം ഞാൻ നാച്ചുറലായ വേണ്ടി ഞാൻ സപ്ലിമെൻ്റ് എടുക്കില്ല, ഒന്നും എടുക്കില്ല, സാധാ 3 നേരം ആഹാരം അങ്ങനെ കഴിക്കുള്ളൂ. ഓക്കെ, അപ്പോഴത്തേക്കും ഞാൻ ഇപ്പം ഇങ്ങനെ വെയിറ്റ് എടുക്കാൻ എനിക്ക് ശീലമായി. എന്നും പറഞ്ഞ് നിങ്ങൾ ഉള്ള വെയിറ്റ് എല്ലാം എടുത്തിട്ട് ഈഗോ ലിഫ്റ്റിങ് കണക്ക് അങ്ങനെ ചെയ്യല്. ഓക്കെ, പിന്നെ ഇന്നത്തെ വർക്കൗട്ട് ഫുള്ളും തീർന്ന് എനിക്ക് അത്രയാണ്. ഞാൻ പിന്നെ ഇത് അവിടെ നിന്ന് എനിക്ക് ഡ്രസ്സ് ഊരാൻ എനിക്ക് എന്തോ പോലെ, കാരണം ഞാൻ അവിടെ നിന്നും അങ്ങനെ ആൾക്കാരെ മുമ്പിൽ അങ്ങനെ ഡ്രസ്സൊന്നും ഊരുമില്ല. അപ്പം ഞാൻ അവിടെ വീട്ടിൽ പോയിട്ട്, വീടടുത്താണ്, അപ്പോൾ അവിടെ നിന്ന് ചെറിയ പമ്പില്ലേ അത് കാണിക്കാമെന്ന് വിചാരിച്ച്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെങ്കിൽ അതിലിങ്ങനെ കാണിക്കണമല്ലോ. ഓക്കെ, അപ്പോഴത്തേക്കും എന്താണ്, ഞാൻ കുറച്ച് ലീൻ ബിൽഡാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഞാൻ സപ്ലിമെൻറ്റ്സ് ഒന്നും എടുക്കൂല. ഓക്കെ, ഞാൻ തീരെ വലുതാവാനും അല്ല നോക്കണം, ഞാൻ മെയിനായിട്ട് സ്ട്രെങ്ത്താണ് കൂട്ടാൻ നോക്കണം. കാരണം തീരെ വലുതാവണമെങ്കിൽ നമ്മൾ അത്ലറ്റിക് പെർഫോമൻസ് കുറയും. ഓക്കെ, എനിക്കിപ്പോൾ ഇതാണെങ്കിൽ നല്ല സ്പീഡ് ഓടാം, ചാടാം, ഞാൻ എന്തോന്നില്ല പോയാലും ഒരു സെക്കൻഡ് പ്രൈസൊക്കെ അടിക്കും. ഓക്കെ, സ്വിമ്മിങ് ഒക്കെ ആയിരുന്നാലും എല്ലാത്തിലും. ഓക്കെ, കറക്റ്റ്. ഓക്കെ ഗായ്സ്, നെക്സ്റ്റ് ചാനലിൽ നിങ്ങളെ കാണാം. വീഡിയോയിൽ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം, സംസാരിക്കണേക്കാം. ഓക്കെ, ബൈ 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 ബൈ.